ഇറ്റ്സ് മീ സ്വേതാപ്പി. നല്ലോണം കുത്തുന്നത് എനിക്കാണ്. ദേ ഇവിടെ എന്തോ ഒരു അനക്കം കേട്ടും ലാവാണെന്ന് തോന്നണം. അയ്യോ എന്താ തലയും കുത്തിക്കുന്നോ? ആ സൗണ്ട് കേട്ടോ, അത് വേഴാമ്പല് പറക്കണം. ഒരെണ്ണം ഒന്നല്ല, ഒരു 3-4 എണ്ണത്തിനെങ്കിലും കണ്ടിട്ടുണ്ട്. ഇതാ ആ കാണുന്നതെല്ലാം പറമ്പിക്കുളമാണേ. കേരളത്തിലെ ഏറ്റവും മനോഹരമായ കാടുകളിലൊന്നായ നെല്ലിയാമ്പതിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇത് കാടിന്റെ കുറെ കൂടി ഉള്ളിലേക്കുള്ളൊരു സ്റ്റേ ആയതുകൊണ്ട് ലക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് ഹോൺബിൽസിനെ ഒരുമിച്ച് കാണാൻ സാധിക്കും. പിന്നെ ഒരുപാട് വൈൽഡ് ആനിമൽസിനെ ഈ ഒരു സ്റ്റേയിനോട് ചുറ്റിപ്പറ്റി തന്നെ കാണാനും പറ്റും. അപ്പോൾ ഫോറസ്റ്റ് അഡ്വഞ്ചർ യാത്രകൾ ഇഷ്ടമുള്ളവർക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്. ഞാനിപ്പോൾ ഉള്ളത് നെല്ലിയാമ്പതിയിലാണ് കേട്ടോ. നെല്ലിയാമ്പതിയിൽ KFDC നടത്തുന്ന ഒരു ഫോറസ്റ്റ് സ്റ്റേയിലാണ്. നെല്ലി മാൻഷൻ എന്നാണ് ഈ സ്റ്റേയിൻ്റെ പേര്. ഇതൊരു ഫോറസ്റ്റ് സ്റ്റേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അനിമൽ സൈറ്റിങ്സിന് സാധ്യതയുള്ളൊരു സ്ഥലമാണിത്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും കൊതിക്കുന്ന വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പലിനെ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ് കേട്ടോ. വേറെ എങ്ങും നെല്ലിയാമ്പതിൽ കാണാൻ കിട്ടിയില്ലെങ്കിലും ഈ ഒരു സ്പോട്ടിൽ ഉറപ്പായിട്ടും എപ്പോഴും ഈ പറഞ്ഞ വേഴാമ്പൽ ഉണ്ടാവാറുണ്ട്. ആന, കാട്ടുപോത്ത്, പുള്ളിപ്പുലി ഇതൊക്കെ ഇവിടെ സ്ഥിരം കാഴ്ചകളാണ്. ഒരുപാട് സൈറ്റിങ്സ് ഉള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ സൈറ്റിങ്സ് കിട്ടുമെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. നെല്ലിയാമ്പതി ഫോറസ്റ്റിലേക്കുള്ള പോത്തുണ്ടി ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നേരെ കാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് ഫ്രഷ് ആനപ്പിണ്ടമാണേ. ഇപ്പൊ അങ്ങ് ക്രോസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ ആനകൾ. പശ്ചിമഘട്ട മേഖലയായ ഈ നെല്ലിയാമ്പതിയിൽ മലയെണ്ണാനും കരിങ്കുരങ്ങും ഒക്കെ ഇവിടെ സ്ഥിരം കാഴ്ചകളാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഫ്ലൈങ് സ്ക്വിറലും സിംഹവാലം കുരങ്ങുകളെയൊക്കെ കാണാട്ടോ. വളരെ ഡെൻസായിട്ടുള്ള ഒരുപാട് അനിമൽ സൈറ്റിങ്സിന് ചാൻസ് ഉള്ളൊരു ഫോറസ്റ്റ് ആണത്. വേനൽ സമയമാണെങ്കിലും ഈ നെല്ലിയാമ്പതി കാട്ടിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ നേരെ നമ്മൾ ചെന്നെത്തേണ്ടത് നൂറടി എന്ന സ്ഥലത്താണ്. ഈ ജീപ്പ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറേഞ്ച് ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയൊരു 4-5 കിലോമീറ്റർ ഉണ്ട് കാടിൻ്റെ ഉള്ളിലേക്ക് എത്താനായിട്ട്. അവിടെ ആയിട്ടാണ് സ്റ്റേ ഉള്ളത് കേട്ടോ. മരത്തിൽ ഒരു ഉടുമ്പിരിക്കുന്നുണ്ടേ, കണ്ടോ? പിന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് തന്നെ സ്റ്റേയിലേക്ക് പോകാവുന്നതാണ്. പിന്നെ 2 വീലേഴ്സ് അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ പകുതിപ്പാലം എന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഗൈഡ് ആ സ്റ്റേയിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫെൻസ് മാറ്റുവാണ് ജീപ്പ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി. ആഹാ, അടിപൊളി സ്ഥലം കേട്ടോ. അങ്ങനത്തെ ആ സ്റ്റേയിലെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ ജീപ്പിൽ കൊണ്ടുവന്ന് ഇറക്കാണ്ട് ചെയ്തേ. ഇതാണ് സ്റ്റേ. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഗൈഡ് പറഞ്ഞേ അവിടെ മരത്തിൽ വേഴാമ്പൽ ഇരിക്കുന്നുണ്ടെന്ന്. നോക്കി അവിടെ അനങ്ങുന്നുണ്ടോ? അതിൻ്റെ ഇടയിൽ അതേ വരുന്നത് ഇരിക്കുന്നുണ്ടോ? ഓ നോക്കേ, അടിപൊളി അടിപൊളി. കിട്ടുന്നുണ്ടോ? ഇതാണ് KFDCയുടെ നെല്ലി മാൻഷൻ. ഉള്ളിൽ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ലിവിങ് ഏരിയ ആണ്. നോക്കി ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ വന്ന ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ഫോട്ടോസ് ആണ്. അതിൽ കൂടുതലും ഹോൺബിലിന്റെ ഫോട്ടോസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആയിട്ട് ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഇങ്ങനെ ബങ്ക് ബെഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 പേർക്ക് കിടക്കാം. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു വലിയ ബെഡാണ്. ഇവിടെ 2 പേർക്ക് കിടക്കാം. പിന്നെ ഇവിടെ ഒരു കട്ടിലുണ്ട്. ഇവിടെ ഒരാൾക്ക് കിടക്കാം. അങ്ങനെ ഒരു 4-5 പേർക്ക് ഇവിടെ കിടക്കാനുള്ള നല്ല ലാവിഷ് സ്പേസ് ഉണ്ട്. ഇവിടെ നീറ്റായിട്ടുള്ളൊരു വാഷ്റൂമാണ് കേട്ടോ.
ആ സ്റ്റേയിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ കാണുന്ന ഡൈനിങ് ഏരിയ ഉള്ളത്. നമുക്കിവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, നോക്കട്ടെ. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ചോറും സാമ്പാറും രസവും അവിയലൊക്കെ ആയിട്ട് നല്ല കിഡിലൻ ഫുഡ്. പായസം ഉണ്ട്, കൊള്ളായിരുന്നു എന്തായാലും ഫുഡ് അടിപൊളി. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ബേർഡ് വാച്ചിങ്ങിന് ഇറങ്ങി കേട്ടോ. നേരത്തെ കണ്ടതിലും കുറച്ചുകൂടെ നല്ല സൈറ്റിങ് കിട്ടി വേഴാമ്പലിൻ്റെ. നോക്കിന്നോ, ദേ ഇപ്പൊ പറക്കേ. എന്താ ഭംഗിയല്ലേ ഇത് പറക്കുന്നത് കാണാൻ. അതിൻ്റെ ചിറകടിക്കുന്ന ശബ്ദം കേൾക്കാനും നല്ല രസമാണ്. അത് പറന്ന വഴിയെ ഞങ്ങൾ നടന്നു നോക്കി. പറന്നു പോയതൊരു മെയിലാണ്, കണ്ടു കിട്ടിയതോ ഇതായിരിക്കുന്നൊരു ഫീമെയിൽ. മെയിലിൻ്റെ കണ്ണ് ചുവന്നിരിക്കും, ഫീമെയിലിൻ്റെ ആണെങ്കിലോ ഇതുപോലെ വെള്ള വട്ടത്തിൽ കറുത്ത കുത്തുപോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ ഇതുങ്ങളെ തിരിച്ചറിയുന്നത്. അതിൻ്റെ തലയിൽ തൊപ്പി പോലെ ഇരിക്കുന്ന ആ മഞ്ഞ കാസ്ക് ഉണ്ടല്ലോ, മെയിലാണെങ്കിൽ അതിനൊരു ബ്ലാക്ക് ഷെയ്ഡ് കൂടി ഉണ്ടാവും. ഈ കാസ്ക് ഭംഗിക്ക് വേണ്ടി മാത്രമല്ലേ, മലമുഴക്കി വേഴാമ്പൽ എന്ന പേര് പോലെ തന്നെ ഇതിൻ്റെ ശബ്ദം കാടും മലയും ഒക്കെ മുഴങ്ങി കേൾക്കുന്നത് ഈ കാസ്ക് ഉള്ളത് കൊണ്ടാണ്. ഇനി എന്തൊക്കെ ആനിമൽ സൈറ്റിങ്സ് കിട്ടുമെന്ന് അറിയാനായിട്ട് നമുക്കൊരു ട്രെക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രെക്കും ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതാ ആ കാണുന്നതെല്ലാം പറമ്പിക്കുളമാണ്, ആ ഏരിയ മൊത്തം. അവിടെ ഒരു ഡാമും ഉണ്ട്, അത് പറമ്പിക്കുളം ഏരിയയുടെ തന്നെയാണ്. ഈ ഒരു താഴെ ഭാഗത്തൂടെ ആയിരുന്നു ട്രക്കിംഗ് നേരത്തെ ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പോൾ അവിടെ ട്രക്കിംഗ് ഇല്ല. ഈ ഒരു വഴിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. നേരത്തെ ആണെങ്കിൽ ഒരുപാട് കാട്ടുപോത്തുകളൊക്കെ കാണുമായിരുന്നു. അവിടെ റബ്ബർ ഒക്കെ വെട്ടുന്നതിൻ്റെ ഇതാണ്, അപ്പോൾ അത് കാരണം അവിടെ ഇപ്പോൾ ട്രക്കിംഗ് ഇല്ല. ഇവിടെ കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് ചെയ്ത് കഴിഞ്ഞ് വന്നത് ഈ റൂട്ടിലൂടെയാണ് കേട്ടോ. നമ്മൾ ഇന്ന് നേരെ ഈ മെയിൻ റോഡിൽ എത്തുവാണ്. അങ്ങോട്ടേക്ക് പോകുന്നത് പറമ്പിക്കുളം റോഡാണ്, അങ്ങോട്ടാണ് നമ്മുടെ സ്റ്റേയിലേക്ക് പോകുന്നത്. നേരെ സ്റ്റേയിൽ ചെന്ന് നിൽക്കും. ഇങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, അല്ലാതെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രക്കിൽ വേറെ സൈറ്റിങ്സ് ഒന്നും ഉണ്ടായില്ല. ഹോൺബിൽസിനെയും നീൽഗിരി ലാംഗൂർസിനെയും മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു മലമുഴക്കി വേഴാമ്പലിനെ കാണണമെന്നുള്ളത്. അതെന്തായാലും നെല്ലിയാമ്പതിയിൽ ഇത്തവണ വന്നിട്ട് അത് സാധിച്ചു. ഒരെണ്ണമൊന്നുമല്ല, ഒരു 3-4 എണ്ണത്തിനെങ്കിലും കണ്ടിട്ടുണ്ട്. വരുന്ന വഴി തൊട്ട് ഈ സ്റ്റേയിൽ തന്നെ ഒരുപാട് വേഴാമ്പലിനെ കാണാൻ പറ്റും. ട്രക്കിങ്ങിനിടക്കും അല്ലാതൊക്കെ നമുക്ക് ഈ സ്റ്റേയിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കുറേ. ഈ സ്റ്റേൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ഒരു പഴയ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ കൃഷി ചെയ്തെടുക്കുന്ന ഏലക്കൊക്കെ ഉണക്കാനും അല്ലാതെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഉപയോഗിക്കുന്നതാണ്. ഇപ്പോഴത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ട്രെക്കൊക്കെ കഴിഞ്ഞു വന്ന് ഇവിടെ ഈ കാടിൻ്റെ ഭംഗിയും ശബ്ദമൊക്കെ കേട്ട് ആസ്വദിച്ച് ഇവിടെ അങ്ങനെ അങ്ങിരുന്നു. അങ്ങനെ ക്ഷീണം കാരണം ഒരു 1.5 മണിക്കൂറോളം കിടന്നുറങ്ങി. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. നമുക്ക് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചായയും പിന്നെ ചൂടോടെ നല്ല ആവിയിൽ വെച്ചിട്ടുള്ള അടയുമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഒരു സഫാരി ഇൻക്ലൂഡഡ് ആണ്, ഒരു ജീപ്പ് സഫാരിയാണ്. അപ്പോൾ അത് ഇപ്പോൾ വൈകിട്ട് ആണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഫോറസ്റ്റിലെ വണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. 2018 ഈ പാളം പോയി, പിന്നെ പുതിയ റോഡ് ഇട്ടതാണ്. ഇത് നോക്കി പോകുന്ന വഴി തേൻ കളക്ട് ചെയ്യുന്നത് കൊണ്ട് കേട്ടോ. ഒരു മരത്തിന്റെ പൊത്തിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അപ്പൊ എടുത്തു കഴിഞ്ഞ് പൊത്ത് കല്ലുകൊണ്ട് മൂടി വെക്കുവാണ് ഇവിടെ. 3-4 ആഴ്ചകൾക്കുള്ളിൽ ഇത് വീണ്ടും കളക്ട് ചെയ്യാനുള്ള പാകത്തിനാവും. അപ്പൊ പുള്ളി എനിക്ക് ഒരു പീസ് തന്നു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. എല്ലായിടത്തും കാപ്പിയൊക്കെ പൂത്ത് നിൽക്കുന്ന സമയമാണ്, നിറയെ തേനീച്ചകളെയും കാണാം. അതുകൊണ്ട് തന്നെ നല്ലപോലെ തേൻ കിട്ടുന്ന സമയം കൂടിയാണിത്. സഫാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും ഇരുട്ടായി. ഇവിടെ സ്റ്റേയിലാണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ.
ഇവിടെയൊക്കെ ക്യാമ്പ് ഫയർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് തരും. വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ക്യാമ്പ് ഫയർ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഇവിടുത്തെ ആംബിയൻസ്. എന്തിരിട്ടാന്ന് നോക്കിയേ. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഗൈഡ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കേജിൽ നമുക്ക് ജീപ്പ് സഫാരി ഉണ്ട്, ട്രെക്കിംഗ് ഉണ്ട്. അതുകൂടാതെ നമ്മൾ എത്തുന്ന ദിവസത്തെ ലഞ്ച്, ഡിന്നർ, പിന്നെ അന്ന് വൈകിട്ടത്തെ ടീ ആൻഡ് സ്നാക്സ് ഉണ്ട്. പിന്നെ അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ ജീപ്പ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിന് നമുക്ക് 1800 ആണ് കേട്ടോ ആവുന്നത്. കേട്ടു ദേ ഇവിടെ എന്തോരം അനക്കം കേട്ടും മ്ലാവാണെന്ന് തോന്നണം. നമുക്ക് നോക്കാതെ എന്താന്ന് കേട്ടോ. മ്ലാവിന്റെ സൗണ്ട് കേട്ട് കുറച്ചു നേരം നോക്കി. പക്ഷെ നല്ല ഇരുട്ടായതുകൊണ്ട് സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറച്ചു നേരം മുകളിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു അനക്കം കണ്ടത്. ഇതായിരിക്കുന്നു ഒരു ഫ്ലൈയിങ് സ്ക്വയർ. ഇതിന് ശരിക്കും പറക്കാൻ കഴിയില്ല. പക്ഷെ ഒരു പേപ്പർ പ്ലെയിൻ പോലെ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ഗ്ലൈഡ് ചെയ്ത് പോകാൻ കഴിയും. പിന്നെ ഇതിന് രാത്രി മാത്രമേ കണ്ണ് കാണുള്ളൂ. അതുകൊണ്ട് ഇതിനെ പകൽ സമയങ്ങളിലൊന്നും പുറത്തേക്ക് കാണാറേയില്ല. അപ്പോൾ ആ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പറയുന്ന സമയത്ത് അവർ പ്രിപ്പയർ ചെയ്ത് തരും കേട്ടോ. ചിക്കൻ കറിയാണ്, പിന്നെ വെജ് കുർമയുണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഗൈഡ് വന്ന് വിളിച്ചട്ടോ. പുറത്ത് കാപ്പിത്തോട്ടത്തിൽ ആനയുണ്ടെന്ന് പറഞ്ഞു. കുറച്ചു നേരം നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ആനയെ കണ്ടത്. ഇങ്ങനെ ഇട്ടുണ്ട്. രാവിലെ തന്നെ ട്രക്കിങ്ങിന് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. ഒരു 6:30 സ്റ്റേയിൻ്റെ പുറകിലെ കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക് ഫെൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടേക്കുവാണ്. രാവിലെ ഇത് ഓഫ് ചെയ്യും, പിന്നെ രാത്രി ആകുമ്പോൾ ഇത് ഓണാക്കും. ഇവിടെ എല്ലാം ആനമുക്കി എന്ന് പറഞ്ഞൊരു പ്ലാന്റിൻ്റെ ഇലയുണ്ട്. അപ്പോൾ അത് മേത്ത് മുട്ടിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചൊറിഞ്ഞ് തടിക്കും, വീർത്തൊക്കെ വരും. കൂടുതലും ഇങ്ങനെയുള്ള നാട്ടിൽ പോകുമ്പോൾ കുറച്ച് ലോങ് സ്ലീവ് ഉള്ള ഇടണമായിരിക്കും നല്ലത്. ആ സൗണ്ട് കേട്ടോ, അത് വേഴാമ്പൽ പറക്കുന്നതാണ്. ഭയങ്കര സൗണ്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെടി മേത്ത് മുട്ടിയാൽ ചൊറിഞ്ഞ് അടിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ലോങ് സ്ലീവ് ഇടണമായിരിക്കും ഏറ്റവും നല്ലത്. കുറേയൊക്കെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെ നടന്ന് കുറച്ച് നേരം വ്യൂ പോയിന്റിൽ വന്നിരുന്നു. ഗൈഡ് ചേട്ടനാണെങ്കിൽ രാത്രി ആന ചവിട്ടി പൊട്ടിച്ച വെള്ളത്തിൻ്റെ പൈപ്പ് നന്നാക്കാനായിട്ട് അങ്ങോട്ട് നീങ്ങി. ഞാനിവിടെ ഈ കാടിൻ്റെ ഭംഗിയും ഭീകരതയൊക്കെ കണ്ടിവിടെ ഇങ്ങനെ ഇരുന്നു. ഇവിടെ നിന്ന് നടന്നിറങ്ങിയപ്പോഴേക്കും ഒരു ബ്യൂട്ടിഫുൾ സൈറ്റിംഗ് കണ്ടു. ദേ നോക്കിയേ, ഒരു ഹോൺബിൽ പെയറിനെ കണ്ടോ. രണ്ടിനും ഒരു ഫ്രെയിം കിട്ടി. മിക്കപ്പോഴും ഈ ഹോൺബിൽസ് പെയർ ആയിട്ടാണ് കാണാറ്. ഇതുങ്ങൾക്ക് ലൈഫ് ടൈമിൽ ഒരു ഇണ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇന്നലെ കണ്ടതും ഒരു പെയർ തന്നെയായിരുന്നു. ഇത് ഹോൺബിലിന്റെ നെസ്റ്റ് ആണേ. ആന പോയതിന്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത്. ഇലകളെല്ലാം ഒരു ചതഞ്ഞ് കിടക്കുവാണ്. ആനത് ഈ വഴിയെ പോയിട്ടുണ്ട്. ഇവിടെ നോക്കി കാൽപാത കണ്ടോ. അവിടെ നിന്നാണ് ശബ്ദം കേൾക്കണേ. ഇല്ല, അവിടെ നിന്നല്ലേ. അവിടെ ഉണ്ട്, അതിൻ്റെ അടുത്ത് കണ്ടോ.
അവിടെ ഉണ്ട് ഒരു 3-4-5 ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നേ. ചെറിയ കുട്ടി ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് തന്നെയായിട്ട്. ഓഫീസ് തൊട്ടടുത്താണ്. ചെവിയാണ് നോക്കി. അങ്ങനെ ട്രക്ക് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ചായ കുടിക്കുവാണേ. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ പോയി വന്നു കഴിഞ്ഞു. ഒരു കുളിയും കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ നെല്ലി മാൻഷൻ സ്റ്റേ കൂടാതെ ഇവിടെ ടെൻറ്റ് സ്റ്റേ ഉണ്ട്. അപ്പോൾ ടെൻറ്റ് ഇവിടെ അടിക്കുന്നത്. ഇവിടെ പിച്ചയും അവിടെ ഒരു 4 ടെൻറ്റ് അടിക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ അത് ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മാത്രമേ ഇവർ ആ സമയത്ത് അടിച്ചു തരുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. ദോശയും ചൂട് ഇഡ്ഡലിയുമാണ്. ഇവിടുത്തെ ഫുഡ് പറയാതിരിക്കാൻ വയ്യ. എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ഊണും പിന്നെ ഇതും ഒക്കെ അടിപൊളിയാട്ടോ. പിന്നെ ഈ KFDCയുടെ നെല്ലി മാൻഷൻ ഉണ്ടല്ലോ, അത്യാവശ്യം ആനിമൽ സൈറ്റിങ്സ് ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് കാടിൻ്റെ ഉള്ളിലേക്കായിട്ട് റബ്ബറിൻ്റെ കുറച്ച് വെട്ടുന്നതും അങ്ങനെ കുറച്ച് പ്രോസസ്സൊക്കെ നടക്കുവാണ്. അപ്പോൾ വലിയ ലോറികളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അനിമൽസിനെ കാണാൻ പറ്റുന്നത്. എന്നിട്ട് പോലും ഇത്രയും ബഹളങ്ങളുടെ ഇടയിൽ പോലും നമുക്ക് ആനയുടെ സൈറ്റിങ്സ് കിട്ടി. പിന്നെ മ്ലാവും കാട്ടുപോത്തും കണ്ടിട്ടില്ല. പക്ഷേ വേഴാമ്പലൊക്കെ ഒരുപാട് കണ്ടു. അപ്പോൾ ആലോചിച്ചൊക്കെ ഈ ഒരു ബഹളങ്ങളൊന്നും ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് മാത്രം സൈറ്റിങ്സ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. ഇതാ നമ്മളെ കൊണ്ടുപോകാനുള്ള ജീപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ.